ഞങ്ങളിപ്പോൾ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഉമ്മയിപ്പൊക്കെ പറയുന്നത് ഇവനെ കൊണ്ടുവരുന്ന ബെഡൊക്കെ ആക്കുന്ന നിങ്ങളാണെന്നാണ് നല്ലർത്ഥത്തിലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ യാത്രകൾ, നിങ്ങളെ സൗഹൃദമൊക്കെ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഞങ്ങളെ സൗഹൃദം തുടങ്ങുന്നത് പറഞ്ഞാൽ നാട്ടിൽ ഇവന് നല്ല കളിക്കണ ബെസ്റ്റ് പ്ലെയർ ഇനി, പിന്നീട് അവന് ഇഞ്ചുറി സംഭവിച്ച് അങ്ങനെയാണ് ഇവൻ ഫ്രീ സ്റ്റൈലിലേക്ക് വന്നത്. അന്ന് അങ്ങനെ അധികം സപ്പോർട്ടീവ് ആരും തന്നിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഫ്രീ സ്റ്റൈലൊന്നും അധികം കേൾക്കുന്നില്ലല്ലോ നമ്മളെ നാട്ടിലെ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ പിന്നെ അടിച്ചു വെക്കുന്നവർ, അത്രയും ഫോളോ ചെയ്യുന്നവർ മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുന്നുള്ളൂ. ആ സമയത്ത് സിനാനില്ല, ഇനിയിപ്പോൾ ഫുട്ബോളിലേക്ക് അങ്ങനെ പോകുന്നില്ല, ഫ്രീ സ്റ്റൈൽ തിരിയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഇതെന്തായിരുന്നു റിസ്വാൻ? ആ ഒരു രീതിയിലേക്ക് ഫ്രീ സ്റ്റൈൽ കളിക്കാൻ കഴിയുന്നുള്ള ഒരു ടാലന്റ് നമുക്ക് ആദ്യം അറിയായിരുന്നു. അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊരു മറ്റേ വെള്ളച്ചാട്ടത്തിൽ ആ വൈറൽ വീഡിയോനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, ആ വൈറൽ വീഡിയോയുടെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ഇതാ സിനാന്റെ ആണ്. ഞങ്ങളെ സ്വപ്നത്ത് പോലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങള് യാത്ര ചെയ്ത് വെറുതെ ഒരു വീഡിയോ അങ്ങനെ എടുത്തതാ. സ്ഥിരം നമ്മള് ചങ്ങായിമാര് പോകുന്ന പോലെ യാത്ര പോയി. പിന്നീട് അത് സ്റ്റോറി വെക്കാനേ വിചാരിച്ചു, പിന്നീട് റീൽസിൽ ഇടാൻ പറഞ്ഞു. നിങ്ങളാ പറഞ്ഞത്? അപ്പൊ വീഡിയോ എടുത്താൽ മാത്രമല്ല അത് റീൽസ് ആക്കാനും പറഞ്ഞത് പുള്ളിയാണ്.